Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാ. എന്തായാലും പറയാതെ നോക്കിയിട്ടില്ല. Yes, ma'am. ക്ലിയർ ആയോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? No, ma'am. ഓക്കെ. എന്താ ഇപ്പൊ എല്ലാവരും ലേറ്റ് ആയിട്ടാണല്ലോ കേറുന്നേ? 1:30 ക്ലാസ് ചിലപ്പോ പകുതി എത്തിയിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും ജോയിൻ ചെയ്യുന്നതൊക്കെ. മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാ ദിവസത്തെയും അറ്റൻഡ് ചെയ്യാറുണ്ടോ? Yes, ma'am. കിട്ടുന്നുണ്ടല്ല? Yes, ma'am. നമുക്ക് കഴിഞ്ഞ ദിവസം അതർ ഏരിയാസ് വരെയല്ലേ എടുത്തേ ക്ലാസ്സില്? Other areas full എടുത്തു ma'am. ഫുൾ എടുത്തില്ലേ? ഫങ്ഷണൽ ഏരിയ അതർ ഏരിയാസ് ഫുൾ എടുത്തല്ലോ? എടുത്തു ma'am. ആ ഓക്കെ. ഇനി പേഷ്യന്റ് ഫ്ലോ അല്ലേ എടുക്കണ്ട. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എൻറ്റർ ചെയ്തത് മുതൽ അവിടുന്ന് പോകുന്നത് വരെ അവരുടെ ഫ്ലോ എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന്. ആദ്യം നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് ട്രയേജ് കൊടുക്കും. എന്താണ്? ഗുരുതരമായി എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് എങ്ങനെയുള്ളവരാണ്? ഗുരുതരാവസ്ഥയിലുള്ള പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കിട്ടേണ്ട പേഷ്യൻസിനെയാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താ? ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയയാണ് ട്രയേജ്. ട്രയേജ് എങ്ങനെയാ നോക്കിയേ? ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ ട്രയേജ് ചികിത്സ ലഭിക്കുന്നത് എന്താണ്? ഒരു സിംഗിൾ പോയിന്റ് ഒരേ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഒരേ സ്ഥലത്തായിരിക്കും. എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യന്റ് ഫോർ പ്രൊവൈഡിങ് optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താണ് ഈ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ നില പലരുടെയും പല രീതിയിലായിരിക്കും അല്ലെ? ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല അടുത്ത പേഷ്യന്റിന് കൊടുക്കേണ്ടത്. അതേപോലെ ഇവരുടെ എന്താണ്? ചിലര് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും അല്ലെ? അവർക്ക് എമർജൻസി ആയിട്ട് കെയർ ആവശ്യമുണ്ടായിരിക്കും.
അങ്ങനെയുള്ള അവരുടെ ഓരോരുത്തരുടെയും നീഡ്, മെഡിക്കൽ നീഡ് എന്താണോ അതിനനുസരിച്ച് ഉള്ള റിസോഴ്സസ് ഈ ഹോസ്പിറ്റലില് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള റിസോഴ്സസ് കൊടുക്കുക. ഈ പേഷ്യന്റിന്റെ മെഡിക്കൽ നീഡിനനുസരിച്ച് ഏറ്റവും ആദ്യം ആർക്കായിരിക്കും കൂടുതൽ പ്രൈവസി കൊടുക്കുക, കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കെയർ കിട്ടേണ്ട പേഷ്യന്റിന് ആദ്യം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേഷ്യന്റിന്. അതാണ് സോർട്ട് ചെയ്യുക. ഈ കൊണ്ടുവരുന്ന ട്രയേജിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ കൊണ്ടുവരുന്ന ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക. അവരുടെ മെഡിക്കൽ നീഡ് എന്താണോ അതിനനുസരിച്ച് അവർക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ നീഡ് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കൊടുക്കുക. അതിനുശേഷം ഓരോരുത്തരുടെ ഹെൽത്തിന്റെ കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് മെഡിക്കൽ നീഡ് കൊടുക്കുക. ഇപ്പൊ ട്രയേജില് റെഡ് ഉണ്ട്, റെഡ് സെക്ഷൻ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പൊ എന്താണ്? റെഡില് കൂടുതൽ ക്രിട്ടിക്കൽ സ്റ്റേജില്, അതായത് പെട്ടെന്ന് ഭയങ്കര ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റിനാണ് റെഡിൽ പെടുത്തുക. നെക്സ്റ്റ് ഗ്രീനിൽ പെടുത്തുന്നതെന്ന് പറഞ്ഞാല് അവർക്ക് മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസോ മൈനർ ഇൽനെസ് ഒക്കെ ഉള്ളെങ്കിൽ അവരെ ഗ്രീനിൽ പെടുത്തും. റെഡിൽ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നില്ലെങ്കിലും ഡെഡ് ബോഡീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആക്സിഡന്റ് നടന്ന് ആ സ്പോട്ടിൽ തന്നെ അവർക്ക് എന്തെങ്കിലും മരണം സംഭവിച്ച പേഷ്യൻസിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പൊ എന്താണ്? സോർട്ട് ചെയ്യുക. എയിം ഓഫ് ട്രയേജ് എന്ന് പറഞ്ഞാല് സോർട്ട് ചെയ്യുക. പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ നീഡിന്റെ അടിസ്ഥാനത്തിൽ അവരെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക. ഓക്കെ. ട്രയേജ് എന്ന് പറഞ്ഞാല് കൊണ്ടുവരുന്ന എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന് എന്താ? അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അവരുടെ ലെവൽ ഓഫ് സിറ്റുവേഷൻ അനുസരിച്ച് നൽകുന്ന ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താ? ഈ സോർട്ട് ചെയ്യുക. ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക. അത് എന്തിന്റെ കേസസിലാണ്? അവരുടെ ലെവലിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ട്രീറ്റ്മെന്റ് നൽകുന്ന ലെവലിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ റെഡിൽ ഉൾപ്പെടുത്തുന്നത് ക്രിട്ടിക്കൽ ലെവല്, അതായത് അവർക്ക് എമർജൻസി ആയി പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് അങ്ങനെയുള്ള പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസിനാണ് നമ്മൾ റെഡിൽ പെടുത്തുക. ഗ്രീനിൽ എന്ന് പറഞ്ഞാല് അവര് മൈനർ എന്തെങ്കിലും ഇൽനെസ്സോ മൈനർ ഇഞ്ചുറീസോ അവർക്ക് 1 മണിക്കൂർ കഴിഞ്ഞാലും അവർക്ക് എന്താണ്? ട്രീറ്റ്മെന്റ് ലഭിച്ചാൽ മതി. കൊടുക്കില്ല എന്നല്ല, അവർക്ക് അപ്പൊ കൊടുക്കും. പക്ഷെ ഈ റെഡിൽ പെടുന്ന അത്രയും ആളുകളുടെ അത്രയും ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ആയിരിക്കില്ല ഗ്രീനിലുള്ളവര്. പിന്നെ ബ്ലാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആക്സിഡന്റ് പറ്റിയ സമയത്ത് അവർക്ക് എന്തെങ്കിലും അവർ മരണപ്പെടുകയോ ഡെഡ് ബോഡി അങ്ങനെയുള്ള ഇതായിരിക്കും ബ്ലാക്കിൽ പെടുത്തുക. അവർക്ക് എന്താണ്? ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ക്ലിയർ ആയോ അത്? ട്രയേജ് ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ട്രയേജ് എന്താന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ എന്താണ് ഈ കൊണ്ടുവരുന്ന ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരുടെ മെഡിക്കൽ നീഡിന്റെ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ ആവശ്യമുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുക, തരം തിരിക്കുക. അത്രയും പഠിക്കാനുള്ളൂ. ഈ റെഡും ഗ്രീനും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. അതൊന്നും ചോദിക്കില്ല ക്വസ്റ്റ്യൻ. ഓക്കെ. ട്രയേജ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ ലെവൽ ക്രിട്ടിക്കൽ ലെവലിനെ നമ്മൾ സോർട്ട് ചെയ്യുന്നത് അവര് മെഡിക്കൽ ലെവൽ അവരുടെ ഹെൽത്ത് ലെവല് എങ്ങനെയാണ് അതിനനുസരിച്ച് ആ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജിന്റെ മെയിൻ എയിം. ക്ലിയർ ആയോ അത്? ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രെയിനഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. എന്താണ്? എല്ലാ പേഷ്യൻസിനും ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനും ട്രയേജ് ലഭിക്കുന്നത് ഒരു സിംഗിൾ പോയിന്റിലൂടെ ആയിരിക്കും. എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യന്റ് ഫോർ പ്രൊവൈഡിംഗ് optimum care consist with their medical need, ensuring efficient utilization of available resources. എന്താണ്? ഈ ട്രയേജിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ തരംതിരിക്കുക. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവർക്ക് ആവശ്യമായി വരുന്ന മെഡിക്കൽ നീഡിന്റെ അടിസ്ഥാനത്തിൽ അവര് ആ ഹോസ്പിറ്റലില് ആവശ്യമായ റിസോഴ്സസ് ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ തരംതിരിക്കുക. നെക്സ്റ്റ് റിസപ്ഷൻ. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ്
എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ് റിസപ്ഷൻ? ഹോസ്പിറ്റലിലെ റിസപ്ഷൻ ഈ ട്രയേജുമായി ക്ലോസ് ഓപ്പറേഷനിലായിരിക്കണം. ഇവരുടെ ഈ ട്രയേജിന്റെ അടുത്ത്, ഈ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെ ആയിരിക്കണം ഈ റിസപ്ഷൻ സ്ഥിതി ചെയ്യേണ്ടത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. എന്ത് ചെയ്യാം? ഈ ആക്സിഡന്റ് എമർജൻസി സിറ്റുവേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന പേഷ്യൻസിന് ആദ്യം ട്രയേജ് അവരുടെ ആ ക്രിട്ടിക്കൽ ലെവൽ നോക്കി ആക്കിയതിനു ശേഷം എന്ത് ചെയ്യാം? അവരുടെ ഡീറ്റെയിൽസ്, ഈ പേഷ്യന്റിന്റെ നെയിം, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ക്ലറിക്കൽ സ്റ്റാഫ് റെക്കോർഡ് ചെയ്യുക. അവരുടെ അസുഖം എന്താണ്, അവർക്ക് എന്ത് സിറ്റുവേഷൻ ആയിട്ട് എന്ത് ഇൻസിഡന്റ് സംഭവിച്ചിട്ടാണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ക്ലറിക്കൽ സ്റ്റാഫ് എടുക്കുക. എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റൈസ്ഡ് ഓർ ദി ഓൾഡ് വൺ റിട്രീവ്ഡ്. ഈ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് പുതിയ റെക്കോർഡ് എടുക്കണമെങ്കിൽ, പുതിയ മെഡിക്കൽ റെക്കോർഡ് എടുക്കണമെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ രോഗിക്ക് അവിടെ ഓൾറെഡി ഒരു റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് ഉള്ളതാണെങ്കിൽ അത് എടുക്കുക. ക്ലിയർ ആയോ? അത് റിസപ്ഷൻ ക്ലിയർ ആയോ? എന്താരൊന്നും പറയത്തെ? ക്ലോസ് ഓപ്പറേഷൻ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ് ഈ റിസപ്ഷൻ? ട്രയേജുമായി, അതല്ല ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ക്ലോസ് ഓപ്പറേഷനിലായിരിക്കുക, നല്ല അടുത്തായിരിക്കുക സ്ഥിതി ചെയ്യേണ്ടത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദി ക്ലറിക്കൽ സ്റ്റാഫ്. എന്ത് ചെയ്യാം? ഈ പേഷ്യന്റിന് ട്രയേജ് കൊടുത്തതിന് ശേഷം ആദ്യം ഗുരുതരാവസ്ഥ രോഗിക്ക് ആദ്യത്തെ ചികിത്സ കൊടുത്തതിന് ശേഷം, ഒരു സ്റ്റേബിൾ ആയതിനു ശേഷം ആ രോഗിയുടെ ഡീറ്റെയിൽസ് ക്ലറിക്കൽ സ്റ്റാഫ് എടുക്കുക. എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റൈസ്ഡ് ഓർ ദി ഓൾഡ് വൺ റിട്രീവ്ഡ്. പുതിയ മെഡിക്കൽ റെക്കോർഡ് തുടങ്ങണമെങ്കിൽ അത് ഉയർത്തണമെങ്കിൽ ഉയർത്തുക, അതല്ലെങ്കിൽ പഴയതുണ്ടെങ്കിൽ അത് റെക്കോർഡ് റിട്രീവ് ചെയ്യുക, തിരിച്ചെടുക്കുക. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ്. എന്താണ് നെക്സ്റ്റ്? പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് എടുക്കുക. പേഷ്യന്റ് മേ ബി ഡയറക്റ്റഡ് ടു യൂണിറ്റ്സ്. ഈ പേഷ്യന്റിന് എന്ത് ഈ ട്രയേജ് കൊടുത്തതിന് ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം അവരുടെ ഹെൽത്ത് ഇൻസിഡന്റിന്റെ ഇത് ഓക്കെ ആക്കുക, സ്റ്റേബിൾ ആക്കുക. അതിനുശേഷം അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. റെസൂസിറ്റേഷൻ ഏരിയ, എന്തെങ്കിലും ഫർദർ ഒബ്സർവേഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ റെസൂസിറ്റേഷൻ ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, എന്തെങ്കിലും ഗുരുതര പരിക്കുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ, അതല്ലെങ്കിൽ എന്തെങ്കിലും സർജറീസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡോക്ടർ കൺസൾട്ടേഷനോ അങ്ങനെ എന്തുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ. മെഡിക്കൽ ഇമേജ് ഫാസ്റ്റ് ട്രാക്കിംഗ് ഏരിയയും കൺസൾട്ടേഷൻ തന്നെയാണ്, പെട്ടെന്ന് തന്നെ അവർക്ക് കൺസൾട്ടേഷൻ നടത്തുക. മെഡിക്കൽ ഇമേജിംഗ് ഓർ വെയിറ്റിംഗ് ഏരിയ, എന്താണ് അവർക്ക് വല്ല സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഇമേജിംഗ് എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ആ ഏരിയ അവിടെ വെയിറ്റിംഗ് ഏരിയ, അതായത് ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിൽ നിൽക്കണമെങ്കിൽ വെയിറ്റിംഗ് ഏരിയ. ബേസ്ഡ് ഓൺ എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനീഷ്യേറ്റഡ്. എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് ആരംഭിച്ചതിന് ശേഷം, ഈ ആദ്യം ട്രയേജ് കൊടുത്തു, അതിന് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഈ പേഷ്യന്റിന് എന്തെങ്കിലും ഓപ്പറേഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതര പരിക്കുകൾക്ക് എന്തെങ്കിലും ചികിത്സ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അതല്ലെങ്കിൽ റെസൂസിറ്റേഷൻ ഏരിയയിലേക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ആ ഏരിയ, അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ മെഡിക്കൽ ഇമേജിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഏരിയയിലേക്ക് വിടാം. ക്ലിയർ ആയോ ട്രീറ്റ്മെന്റ്? നെക്സ്റ്റ്, ഇപ്പൊ ഒരു പേഷ്യന്റിന് ആദ്യം എന്താണ് വോമിറ്റിംഗ് ആയിട്ട്, അതല്ലെങ്കിൽ ശ്വാസതടസ്സം വന്നിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരെന്ത് ചെയ്യും? ഈ പേഷ്യന്റിന് ഇത് അലർജിക്കൊക്കെ ആയിട്ട് വന്ന പേഷ്യന്റ് ആദ്യം അലർജിയുടെ ഇഞ്ചക്ഷൻ എടുക്കേ, അതല്ലേ അലർജിക്കുള്ള മെഡിസിൻ എന്തെങ്കിലും കൊടുക്കും. ആദ്യം അവർ ചെയ്യുന്ന പ്രക്രിയ അതായിരിക്കും. എന്താണ് ട്രയേജില്. അപ്പൊ
അത് കഴിയുമ്പോ ആ പേഷ്യന്റ് ഒന്ന് ഓക്കെ ആവും, അലർജിയുടെ ഇത് ഓക്കെ ആയി കഴിയുമ്പോ എന്ത് ചെയ്യും, അവര് ഡീറ്റെയിൽസ് റിസപ്ഷനിൽ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡ്സ് എടുക്കും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യന്റിന് എന്ത് ചെയ്യും, ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് വിടും. അതാണ് ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. നെക്സ്റ്റ് re-evaluation. An emergency department physician resuscitation എന്ന് പറഞ്ഞാല് ഈ ജീവൻ അപകടപ്പെടുന്ന, അതായത് എന്തെങ്കിലും എമർജൻസി ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ്, ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്ന പേഷ്യന്റിന് ഉടനടി അവർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഉപകരണങ്ങളോ ജീവനക്കാരുമുള്ള ഒരു ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ. പെട്ടെന്ന് ആക്സിഡന്റോ അതല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഭയങ്കര ക്രിട്ടിക്കൽ ലെവലിലുള്ള എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വരുന്ന പേഷ്യന്റിനെ അവരെ ഉടനടി അവർക്ക് ആ സ്പോട്ടിൽ കൊണ്ടുവരുന്ന സ്പോട്ടിൽ തന്നെ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സ്റ്റാഫുകളും അതിനുള്ള എക്യുപ്മെന്റ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഏരിയയാണ് റെസൂസിറ്റേഷൻ ഏരിയ. Re-evaluation. An emergency department physician will re-evaluate patient condition after treatment and assess test result because the result may given the additional insight into the type of treatment patient need. എന്താണ് re-evaluation എന്ന് പറഞ്ഞാല് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ആദ്യം ട്രയേജ് കൊടുത്ത് അതിനുശേഷം ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും എക്സ്റേയോ എന്തെങ്കിലും ടെസ്റ്റുകളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ഒന്നും കൂടി റിവാലുവേറ്റ് ചെയ്യും. രണ്ടാമത് പുനഃപരിശോധിക്കും. എന്തിനാണ് ഈ പേഷ്യന്റിന് ഇനി എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ, അതല്ല ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയോ ഓക്കെ ആയോ എന്നറിയാനായിട്ട് ഈ പേഷ്യന്റിന്റെ എന്താണ് ടെസ്റ്റ് റിസൾട്ടുകളും പേഷ്യന്റ് റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്യാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ വീണ്ടും വിലയിരുത്തുക. An emergency department physician will reevaluate patient condition after treatment and assess test result because the result may give them additional insight into the type of treatment patient needed. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് ട്രയേജ് കഴിഞ്ഞ് അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും ഈ പേഷ്യന്റിനെ ഒന്നും കൂടി രണ്ടാമത് നിരീക്ഷിക്കും. എന്തിനാണ്, ഈ പേഷ്യന്റിന് ഇനി വേറെ എന്തെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ ഈ പേഷ്യന്റ് നോർമൽ ആയോ ഓക്കെ ആയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. അതാണ് റീഇവാലുവേഷൻ. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകാൻ വേണ്ടിട്ട് ഓരോന്ന് കഴിയുമ്പോഴും ചോദിക്കുന്നു കേട്ടാ. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ചാർജ്. ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. എന്താണ് സ്റ്റെബിലൈസേഷൻ? എന്താണ് ഈ പേഷ്യന്റ് രണ്ടാമത് ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഡോക്ടർക്ക് മനസ്സിലാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓക്കെ ആയി നോർമലായി എന്ന് മനസ്സിലായി കഴിഞ്ഞ ഈ ഡോക്ടർ എന്ത് ചെയ്യും, രോഗീനെ ഡിസ്ചാർജ് ചെയ്യും, റിമൂവ് ചെയ്യും, ഈ കാഷ്വാലിറ്റിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഓൾ പേഷ്യന്റ് റിസീവ് റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻ ടു ഫോളോ വെൻ ഡിസ്ചാർജ്. എന്താണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഡിസ്ചാർജ് ആയ എല്ലാ പേഷ്യൻസിനും എന്ത് ചെയ്യും, ഹോം കെയർ ഇൻസ്ട്രക്ഷൻ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കും, നിർദ്ദേശങ്ങൾ കൊടുക്കും. Referral can be made based on facilities of hospital and patient condition if needed. എന്താണ് പേഷ്യന്റിന് എന്തെങ്കിലും റെഫറൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണുന്നുണ്ടെങ്കിൽ അതിന് റെഫറൽ കൊടുക്കും. എന്തിന്റെ ബേസിസിലാണ്? പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. പേഷ്യന്റിന് ആവശ്യമെങ്കിൽ മാത്രം പേഷ്യന്റിന്റെ രണ്ടാമത് റിവാലുവേറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് തോന്നുകയാണ് ഈ പേഷ്യന്റിന് ഇനി എന്തെങ്കിലും ന്യൂറോണി അല്ലെങ്കിൽ ഏതെങ്കിലും പൾമനോളജിസ്റ്റിനെ അങ്ങനെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണുന്നത് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, ഡോക്ടർ ഡിസ്ചാർജിന്റെ സമയത്ത് റെഫറൽ കൊടുക്കും. ക്ലിയർ ആയോ? അത്
based on treatment, patient to be removed after stabilization. എന്താണ് ഡോക്ടർ ഈ പേഷ്യന്റ് നോർമലായി സ്റ്റേബിൾ ആയി കഴിഞ്ഞാല് ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. ഓൾ പേഷ്യന്റ് റിസീവ്ഡ് റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻ ടു ഫോളോ വെൻ ഡിസ്ചാർജ്. എന്താണ് ഈ പേഷ്യന്റിന് ഡിസ്ചാർജിങ്ങിന്റെ സമയത്ത് ഒരു റിട്ടേൺ ആയിട്ടുള്ള വീട്ടിൽ ചെന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. Referral can be made based on facilities of hospital and patient condition if needed. ഇപ്പൊ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടറെ കാണാൻ ഡോക്ടർക്ക് തോന്നുകയാണ്, ഇപ്പൊ റീവാലുവേറ്റ് ചെയ്യുമ്പോൾ തോന്നണെങ്കിൽ ഡോക്ടർ ഈ പേഷ്യന്റിന് വേറെ പൾമനോളജിസ്റ്റിനെ കാർഡിയോളജിസ്റ്റ് ഏതെങ്കിലും കാണിക്കണമെന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ പേഷ്യന്റിന് റെഫറൽ ചെയ്യും. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ആണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ആർട്ട് സെക്ഷനിലേക്ക് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്യാം. ക്ലിയർ ആയോ? പേഷ്യന്റ് ഫ്ലോ ക്ലിയർ ആയോ? നെക്സ്റ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സസ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നവ്യ ഏതാണ് ക്ലിയർ ആവാത്തത്? ട്രയേജ്. ഓക്കെ, പറയാം. Triage. All patients should be triaged through a single portion. എന്താണ് ഈ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യന്റിനൊക്കെ ഒരു സിംഗിൾ പോയിന്റ് ഒരു സ്ഥലത്ത് വെച്ച് തന്നെയായിരിക്കും ട്രയേജ് ലഭിക്കുന്നത്. എയിം ഓഫ് ട്രയേജ് ഈസ് ടു സോർട്ട് പേഷ്യന്റ് ഫോർ പ്രൊവൈഡിംഗ് optimum care consist with their medical need and ensuring efficient utilization of available resources. എന്താണ് എയിം? ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പേഷ്യന്റിന് ഈ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റിന്റെ അവരുടെ സിറ്റുവേഷൻ, അവരുടെ ഹെൽത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് തരം തിരിക്കുക. അവർക്ക് എത്രത്തോളം മെഡിക്കൽ കെയർ, എത്രത്തോളം എമർജൻസി ആയിട്ടുള്ള കെയർ ആവശ്യമുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ തരം തിരിക്കുക. ക്ലിയർ ആയത്? ട്രയേജ് ഇപ്പൊ ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ട്രയേജ് ജാസ്മിനാണോ ചോദിച്ചേ? നെക്സ്റ്റ്, റിസപ്ഷൻ. റിസപ്ഷൻ എന്ന് പറഞ്ഞാല് ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. എന്താണ് ഈ ട്രയേജുമായി? ട്രയേജ് എവിടെയായിരിക്കും? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ? അതുമായിട്ട് ക്ലോസ് റിലേഷനിലായിരിക്കുക. അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അടുത്ത് തന്നെയായിരിക്കുക. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ് ബൈ ദി ക്ലറിക്കൽ സ്റ്റാഫ്. എന്ത് ചെയ്യാം? ട്രയേജ് കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഈ റിസപ്ഷനിലുള്ള ക്ലറിക്കൽ സ്റ്റാഫ് രേഖപ്പെടുത്തുക, റെക്കോർഡ് ചെയ്യുക. എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഐദർ റൈസ്ഡ് ഓർ ദി ഓൾഡ് വൺ റിട്രീവഡ്. എന്താണ് ഈ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റിന് പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് തുടങ്ങണമെങ്കിൽ പുതിയ ഒരെണ്ണം അവർ തുടങ്ങുക. അതല്ലെങ്കിൽ ഇയാളുടെ പേരിൽ, ഈ കൊണ്ടുവന്ന പേഷ്യന്റിന്റെ പേരിൽ പണ്ടായി അവിടെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് എന്ത് ചെയ്യുക? മെഡിക്കൽ ചീട്ട്, പ്രിസ്ക്രിപ്ഷൻ, ആ ഫയല് റീ ഓപ്പൺ ചെയ്യുക. ട്രീറ്റ്മെന്റ്. പേഷ്യന്റ് മേ ബി ഡയറക്റ്റ് ടു യൂണിറ്റ്സ്. ഏതൊക്കെ യൂണിറ്റ്സിലേക്കായിരിക്കും പേഷ്യന്റിനെ ഡയറക്റ്റ് ചെയ്യുക? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലെ സർജറീസോ അതല്ല ഇപ്പൊ ട്രയേജ് കൊടുത്ത് ഡോക്ടർ നോക്കിയതിനു ശേഷം ഡോക്ടർ തോന്നുന്ന എന്തെങ്കിലും സർജറീസോ മൈനർ സർജറീസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഗുരുതരമായ പരിക്കുകൾ, ഇന്റേണൽ ബ്ലീഡിങ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള ചികിത്സക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ ഡോക്ടർക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സ്ക്കോ അതല്ലെങ്കിൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടെങ്കിൽ ആ ഡോക്ടർ ഏരിയയിലേക്ക് വിടാം. അതല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്റേ, റേഡിയേഷൻ, സ്കാനിങ് അങ്ങനെ എന്തെങ്കിലും എടുക്കണ്ടെങ്കിൽ ആ പേഷ്യന്റിനെ അങ്ങോട്ട് വിടാം. ബേസ്ഡ് ഓൺ എമർജൻസി ട്രീറ്റ്മെന്റ് ഈസ് ഇനിഷ്യേറ്റഡ്. എന്താണ് എമർജൻസി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഈ രോഗിക്ക് ഓരോ സെക്ഷനിലേക്ക് ആ രോഗിയുടെ മെഡിക്കൽ നീഡ് എന്താണോ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുക. Re-evaluate. An emergency department physician will re-evaluate patient condition after treatment and assess test result because the result may given them
അഡീഷണൽ ഇൻസൈറ്റ് into the ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പേഷ്യന്റ് നീഡ്. എന്താണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ട്രയേജും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യന്റിനെ രണ്ടാമതൊന്നുകൂടി റീ ഇവാലുവേറ്റ് ചെയ്യും, രണ്ടാമതൊന്നുകൂടി ചെക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പേഷ്യന്റിന് ഇയാൾക്ക് എന്തെങ്കിലും ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളും ഈ പേഷ്യന്റിനെ ഒന്നും കൂടി റീവാലുവേറ്റ് ചെയ്യും. ഈ പേഷ്യന്റിന് വേറെ എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്നറിയാനായിട്ട്, അതല്ലെങ്കിൽ ഈ പേഷ്യന്റിന്റെ ലെവല് ഓക്കെ ആയോ നോർമൽ ആയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഇവാലുവേറ്റ് ചെയ്യും. നെക്സ്റ്റ്, ഡിസ്ചാർജ് ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. എന്താണ്? ഈ പേഷ്യന്റ് ആദ്യം ട്രയേജ് കൊടുത്ത് പിന്നെ ട്രീറ്റ്മെന്റ് കൊടുത്ത് പിന്നെ റീവാലുവേറ്റ് ചെയ്തതിനു ശേഷം പേഷ്യന്റ് ഓക്കെ ആയി നോർമൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുക. ഓൾ പേഷ്യന്റ് റിസീവ് റിട്ടേൺ ഹോം കെയർ ഇൻസ്ട്രക്ഷൻ ടു ഫോളോ വെൻ ഡിസ്ചാർജ്. എന്താണ്? ഇവരെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് വീട്ടിൽ ചെന്നിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യന്റ് കണ്ടീഷൻ ഇഫ് നീഡഡ്. എന്താണ്? പേഷ്യന്റിന് ആവശ്യമെങ്കിൽ മാത്രം റെഫറൽ ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിന്റെ ബേസിസിൽ കൊടുക്കുക, റെഫറൽ കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം കൊടുക്കുള്ളൂ പേഷ്യന്റിന് റെഫറൽ. ക്ലിയർ ആയോ? അപ്പൊ അത് ക്ലിയർ ആവാത്തവർക്ക് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫോഴ്സുകൾ എന്ന് വെച്ചാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ് ജോലി ചെയ്യുന്നവർ, ആരൊക്കെ അവിടെ സ്റ്റാഫുകളായിട്ട് ഉണ്ടാവും എന്നാണ്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആരുണ്ടാവും? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വരുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് എങ്ങനെയൊക്കെയാണ്? ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള അല്ലെ, ഉടനടി എന്താണ് അടുത്ത സ്പോട്ടിൽ അവർക്ക് എന്താണ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അതിന് ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയ ഒരു ആളുകളായിരിക്കും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. എന്താണ് ഈ എമർജൻസി ആൻഡ് കാഷ്വാലിറ്റി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന അപകടങ്ങൾക്കും അസുഖങ്ങളൊക്കെ നേരിടാൻ പരിശീലനം ലഭിച്ച ആളുകൾ, അതാണ് അവരെയാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുക. ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാൻ, അവരെ ട്രീറ്റ് ചെയ്യാനൊക്കെ ട്രെയിനിങ് ലഭിച്ച സ്റ്റാഫ്, അതാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ്, കൺസൾട്ടൻസ് ഷുഡ് ബി അവൈലബിൾ. കൺസൾട്ടൻസ് അതാരായിരിക്കും? ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ. കൺസൾട്ടന്റ് ഡോക്ടർ ഉണ്ടായിരിക്കും. RN വിത്ത് ട്രെയിനഡ് EMT അറ്റ് ട്രയേജ് സെക്ഷൻ. ആരാണ് RN എന്ന് പറഞ്ഞാല്? രജിസ്റ്റേർഡ് നേഴ്സ്. RN രജിസ്റ്റേർഡ് നേഴ്സും ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? EMT അറ്റ് ട്രയേജ് സെക്ഷൻ. എന്താണ്? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഈ ട്രയേജിന്റെ അവിടെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റോ ടെക്നിക്കൽ ആയിട്ട് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെന്താണ്? EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ക്ലിയർ ആയത്? RN രജിസ്റ്റേർഡ് നേഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഉണ്ടാവും. നെക്സ്റ്റ്, സ്കിൽഡ് നഴ്സിംഗ് ടീം. നഴ്സിംഗ് ടീം ഉണ്ട്, അവർക്ക് എന്താണ്? സ്കിൽഡ് ആയിരിക്കും. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളെ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനായിട്ട് സ്കില്ലായ ട്രെയിനിങ് ആയ വെൽ ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മ രോഗനിർണയത്തിന് വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്? ഇപ്പൊ സ്കാനിങ് ഉണ്ട്, എക്സ്റേ ഉണ്ട്, ലാബിലുണ്ട്, അങ്ങനെയുള്ള അവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളെ പറയുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും.
പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റ് കെയർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ കെയർ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ പേഷ്യന്റിനെ BP ചെക്ക് ചെയ്യുക, അവരെ പൾസ് ചെക്ക് ചെയ്യുക, അവരെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക, അതല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ എടുത്തു കൊടുക്കുന്നതിന് അസിസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവരെ ഫുഡ് കൊടുക്കുന്നതിന്, അങ്ങനെയുള്ള ആളുകളാണ് പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ആൻഡ് എക്സിക്യൂട്ടീവ്സ് എന്താണ്? ക്ലിനിക്കൽ പേഷ്യന്റ് അല്ല റെസ്പോൺസ്, പേഷ്യന്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനായിട്ട്, അതല്ല എന്തെങ്കിലും അവര് റീഹാബിലിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും അവരുടെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എക്സിക്യൂട്ടീവ്സ്. ഫയൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് പേഷ്യന്റ് എക്സിക്യൂട്ടീവ്സ്. ക്ലിയർ ആയോ അത്? ഡയഗ്നോസ്റ്റിക്സ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ലാബിൽ വർക്ക് ചെയ്യുന്നവര്, സ്കാനിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന അവരൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. നമ്മുടെ രോഗനിർണയത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പൊ ലാബില് ടെസ്റ്റ് ചെയ്ത് ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ രോഗനിർണയം അറിയാൻ പറ്റും. സ്കാനിങ്ങൾ, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് അല്ലെ, അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. ക്ലിയർ ആയോ അത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കും, കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, രജിസ്റ്റേർഡ് നഴ്സും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, സ്കിൽഡ് നഴ്സിംഗ് ടീം, ഒരു നഴ്സിംഗ് ടീം ഉണ്ടായിരുന്നു. അവരെന്തായിരിക്കും? ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികളെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നതിന് വെൽ ട്രെയിനിങ് ലഭിച്ച സ്റ്റാഫുകൾ, നഴ്സിംഗ് ടീം, ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, ലാബില് എക്സ്റേ സെക്ഷനിൽ, റേഡിയേഷൻ സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകള് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. പേഷ്യന്റിന്റെ കെയർ അസിസ്റ്റന്റ് അവരെ ടെമ്പറേച്ചർ, പൾസ്, BP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനും അവരെ എന്തെങ്കിലും പുതിയ ഫയൽസോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുമായി എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആളുകളാണ് എക്സിക്യൂട്ടീവ്സും പേഷ്യന്റ് കെയർ അസിസ്റ്റൻസും. ക്ലിയർ ആയത്? നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലെ സ്റ്റാഫുകൾ ആരൊക്കെയാണ്? ഇത് വർക്ക് ഫോഴ്സ് ആണ്. ക്ലിനിക്കൽ സെക്ഷനിലുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ സെക്ഷനിലുള്ള വർക്ക് ഫോഴ്സ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ ആരൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. മെഡിക്കൽ റെക്കോർഡുകൾ പുതിയ റെക്കോർഡ് തുടങ്ങുന്നതിനോ പഴയത് റീഓപ്പൺ ചെയ്യുന്നതിനൊക്കെ ഉള്ള ക്ലർക്ക്, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ക്ലർക്കായി അഡ്മിഷൻ ക്ലർക്ക്. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് രജിസ്ട്രേഷൻ ക്ലർക്ക് അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലർക്ക്. ക്ലിയർ ആയോ? അഡ്മിഷൻ സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ ക്ലർക്ക്. ഫയൽസുമായി ബന്ധപ്പെട്ട ഈ പേഷ്യന്റിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലർക്കുകളാണ് മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, രജിസ്ട്രേഷൻ ക്ലർക്ക്. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എടുക്കാലോ. റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ്? ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ റെക്കോർഡുകൾ എന്തൊക്കെയാണ്? പേഷ്യൻസ് റെക്കോർഡ്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, അവരുടെ ഏജ്, സെക്സ്, നെയിം, അവർക്ക് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ, അതല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ ആയിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എടുത്ത പേഷ്യൻസിന്റെ റെക്കോർഡ്. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഈ കാഷ്വാലിറ്റിയിൽ എമർജൻസി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന ഡെത്തിന്റെ ഡീറ്റെയിൽസ്, മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിക്കുന്ന രജിസ്റ്റർ ഉണ്ടായിരിക്കും. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. എന്താണ്? ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒബ്സർവേഷൻ കൊടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഒബ്സർവ് ചെയ്ത് അതിന് നിരീക്ഷണങ്ങൾ നടത്തി അതിനെ കുറിച്ചും, പിന്നെ എന്തെങ്കിലും ഫോളോ അപ്പ്, ഒരു പേഷ്യന്റിന് ഇപ്പൊ 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരാൻ പറയൂലേ ചിലപ്പോ, അങ്ങനെയുള്ള ഫോളോ അപ്പ് റെക്കോർഡുകൾ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന റെക്കോർഡ്.
റെഫറൽ റെക്കോർഡ് ഒരു പേഷ്യന്റിനെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അതല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്കോ അതല്ലെങ്കിൽ വേറെ ഡോക്ടേഴ്സിനെയൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കുന്ന റെക്കോർഡാണ് റെഫറൽ റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ് അവർക്ക് ചെയ്ത ട്രീറ്റ്മെന്റുകളെ കുറിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് കൊടുത്തത്, എന്തസുഖമാണ് അവർക്ക് ഉണ്ടായത്, എന്തൊക്കെ മെഡിസിൻസ് അവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് എന്തൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഒരു ചെറിയ എഴുതിയിരിക്കുന്ന റെക്കോർഡ്. മൈനർ OT റെക്കോർഡ്സ് എന്താണ്, എന്തെങ്കിലും ഓപ്പറേഷൻസ് മൈനർ OT എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ശസ്ത്രക്രിയകള് സർജറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്. ഈ അപ്പൻഡിക്സ് ലാപ്രോസ്കോപ്പി അതൊക്കെ മൈനർ ഓപ്പറേഷൻസ് ആണല്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡ്സ് ഉണ്ടാവും. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ എന്താണ്, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന കേസുകൾ എന്തൊക്കെയായിരിക്കും, ആക്സിഡന്റ് ഉണ്ടാവും അല്ലേ, റേപ്പ് ഉണ്ടാവും, അതല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫോമും അതിന്റെ രജിസ്റ്ററും ഉണ്ടായിരിക്കും. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ് എന്താണ്, എമർജൻസി ആൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ സ്റ്റാഫുകളാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ, അവരുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ബുക്ക് ഉണ്ടാവും. രജിസ്റ്റേഴ്സ് ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് എക്സെട്ര എന്താണ്, ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ രജിസ്റ്റർ. ഇന്ന സമയത്ത് ഡ്യൂട്ടിയിൽ ഇന്ന ഡോക്ടറാണ് ഉണ്ടായത്, അങ്ങനെ ഡ്യൂട്ടി ടൈമും ഇന്ന പേഷ്യന്റിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്ന രജിസ്റ്റർ. 6th മൈനർ OT റെക്കോർഡ്സ്. മൈനർ OT എന്ന് പറഞ്ഞാല് ചെറിയ ശസ്ത്രക്രിയയിലെ മൈനർ ആയിട്ടുള്ള ശസ്ത്രക്രിയ, ചെറിയ അപ്പൻഡിക്സ് പിന്നെ ലാപ്രോസ്കോപ്പി അതൊക്കെ ചെറിയ ചെറിയ ശസ്ത്രക്രിയകളല്ലേ, കീ ഹോൾ ഇട്ട് ചെയ്യുന്നതൊക്കെ ചെറിയ ശസ്ത്രക്രിയകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഏതൊക്കെ പേഷ്യൻസിന് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള മൈനർ OT ചെയ്ത പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡ്. നെക്സ്റ്റ് ഓൾ ഡോക്യുമെന്റ്സ്, എല്ലാ ഡോക്യുമെന്റ്സും ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിലുള്ള എല്ലാ ഡോക്യുമെന്റ്സ് എന്തൊക്കെയുണ്ട്, അഡ്മിഷൻ കാർഡ് ഉണ്ടാവും, കേസ് ഷീറ്റ് ഉണ്ടാവും, അവിടെ കൊണ്ടുവന്ന പേഷ്യൻസിന്റെ അതല്ലെങ്കിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള കേസ് ഷീറ്റുകള്, ഡ്രഗ് ചാർട്ടുകള്, അവിടെയുള്ള ഡ്രഗിനെ കുറിച്ചുള്ള ചാർട്ടുകള്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം. ഇപ്പൊ വന്നിട്ട് ഏതെങ്കിലും ഒരു പേഷ്യന്റ് മരണപ്പെട്ടു അതല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ മരിച്ച എന്താണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പൊ അതിനുള്ള ഫോമുകള്, അഡ്മിഷൻ എടുക്കാനുള്ള അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, കേസ് പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവര് ഡീറ്റെയിൽസ് എഴുതാനുള്ള കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ടുകള്, പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. Next, MLC record with all the diagnostic and investigation result are kept under lock and key under CMO casualty. എന്താണ് MLC റെക്കോർഡുകള്, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ MLC റെക്കോർഡുകള്, മെഡിക്കോ ലീഗൽ കേസസ്. മെഡിക്കോ ലീഗൽ കേസസ് എന്താണ്, ആക്സിഡന്റ്, സൂയിസൈഡ്, പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതായ കേസുകളെയാണ് നമ്മ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. ഇത് ആരുടെ അണ്ടറിലായിരിക്കണം, കാഷ്വാലിറ്റിയിലുള്ള CMOന്റെ അണ്ടറിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ചീഫ് മെഡിക്കൽ ഓഫീസറിന്റെ അണ്ടറിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഓക്കെ, മെഡിക്കോ ലീഗൽ കേസസ് ഒക്കെ എന്താണ് നോക്കി സീല് ചെയ്ത് ഫയലാക്കി നമ്മുടെ കാഷ്വാലിറ്റിയിലുള്ള CMOന്റെ അണ്ടറിൽ ലോക്ക് ചെയ്ത് അവരാണ് അത് സൂക്ഷിക്കേണ്ടത്. ചീഫ് മെഡിക്കൽ ഓഫീസർ, ചീഫ് മെഡിക്കൽ ഓഫീസർ. Next, medico legal cases like accident and trauma, assault, rape, poisoning, unconscious, both dead should be stamped as MLC. MLC ആയിട്ട് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന കേസുകൾ ഏതൊക്കെയാണെന്ന്, ആക്സിഡന്റുകൾ, പിന്നെ എന്താണ് ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ, വലിയ ആക്സിഡന്റുകൾ അങ്ങനെയുള്ളതൊക്കെ. അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വാക്തർക്കങ്ങൾ, കല്ലേറ്റങ്ങൾ നടക്കൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടിക്കൂലേ,
അത്, പിന്നെ റേപ്പ് അറ്റംപ്റ്റ്, പിന്നെ പോയിസണിങ്, എന്തെങ്കിലും വിഷം കഴിക്കുക, ഈ സൂയിസൈഡുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കേസുകൾ, അൺകോൺഷ്യസ് ബ്രോട്ട് ഡെഡ്, എന്താണ് അൺകോൺഷ്യസ് ലെവലിൽ കൊണ്ടുവരിക, എന്നിട്ട് അവര് എന്താ മരണപ്പെടുകയും അങ്ങനെ എന്തെങ്കിലും ബോധമില്ലാണ്ട് കൊണ്ടുവന്നിട്ട്, അപ്പൊ എന്താണ് ആ പേഷ്യന്റിന് എന്താണ് സംഭവിച്ചതെന്ന് ഈ ഡോക്ടേഴ്സിനോ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. ഇങ്ങനെ കൊണ്ടുവരുന്ന കേസുകളൊക്കെ എന്താ ചെയ്യാ, MLC എന്ന് പറഞ്ഞ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുക. പോലീസ് ഇന്റിമേഷൻ ബുക്ക്. പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ MLC, അതായത് പോലീസിന് ഇൻഫോം ചെയ്തിട്ടുള്ള കേസുകളൊക്കെ നമ്മ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ബുക്കിനെ പറയുന്നതാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. പോലീസിന് നമ്മ ഇന്റിമേഷൻ അറിയിപ്പ് കൊടുത്തിട്ടുള്ള കേസുകളൊക്കെ എഴുതുന്ന ബുക്കാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ക്ലിയർ ആയോ റെക്കോർഡ്സുകൾ? ആദ്യം മുതലൊന്നുകൂടെ പറയാം. പേഷ്യൻസ് റെക്കോർഡ്, പേഷ്യൻസിന്റെ റെക്കോർഡ്, പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന റെക്കോർഡ്. കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, എന്താണ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസ്, അതല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്ന പേഷ്യൻസ് മരണപ്പെടുക, അല്ലെങ്കിൽ മരണപ്പെട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന ആളുകളുടെയൊക്കെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന രജിസ്റ്റർ. ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, ഒരു പേഷ്യന്റിന്റെ ഒബ്സർവ് ചെയ്തതിന്റെ എന്തെങ്കിലും ഫോളോ അപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന റെക്കോർഡ്. റെഫറൽ റെക്കോർഡ്, എന്താണ് ഏതെങ്കിലും സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിനോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന റെക്കോർഡ്. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ഒരു പേഷ്യന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റ്സ്, എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ അസുഖമായിട്ടാണ് വന്നേക്കുന്നത്, ഏതൊക്കെ മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഒരു പേഷ്യന്റിന് കൊടുത്ത ട്രീറ്റ്മെന്റുകൾ, കാഷ്വാലിറ്റിയിൽ കൊടുത്ത ട്രീറ്റ്മെന്റുകൾ, അതിലൊക്കെ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ. മൈനർ OT റെക്കോർഡ്സ്, ഒരു ആക്സിഡന്റ് എമർജൻസിയിൽ കൊണ്ടുവന്ന പേഷ്യൻസിന് അതല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ മൈനർ ഓപ്പറേഷൻസ്, ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ, എന്തൊക്കെ ഇൻസിഡന്റുകൾ രേഖപ്പെടുത്താനുള്ള ഫോമുകളും രജിസ്റ്ററും. ആക്സിഡന്റ് അതല്ലെങ്കിൽ സൂയിസൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും റേപ്പ് അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ പറ്റിക്കൊണ്ടുവന്നാല് അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള ഫോമുകളും അതിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള രജിസ്റ്റർ. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫ് ഓൾ കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്, എന്താണ് കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ അറ്റൻഡൻസ് എഴുതാനുള്ള അറ്റൻഡൻസ് രജിസ്റ്റർ. രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആൻഡ് സ്പെഷ്യാലിസ്റ്റ് എക്സെട്ര, എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെയും അവിടെയുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെയും ഡീറ്റെയിൽസ് എഴുതാനുള്ള രജിസ്റ്റർ. ഓൾ ഡോക്യുമെന്റ്സ്, പിന്നെ വേറെ ഡോക്യുമെന്റ്സ് ഉണ്ട്, അതെന്താണ് അഡ്മിഷൻ കാർഡ് ഉണ്ടാവും അല്ലെ, കൊണ്ടുവരുന്ന പേഷ്യൻസിന് അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, പുതിയ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എഴുതാനുള്ള കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ഡ്രഗുകൾ, ഏതൊക്കെ എമർജൻസി മെഡിസിൻസ് ഒക്കെ ഉണ്ടെന്നുള്ള ഡ്രഗ് ചാർട്ടുകള്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ്. Next, MLC record with all the diagnostic and investigation result and kept under lock and key. Lock and key under CMO casualty CMO under എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസുമായി ബന്ധപ്പെട്ട പേഷ്യന്റിന്റെ അസുഖമായി ബന്ധപ്പെട്ടതും അവർക്ക് നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ചെക്കപ്പുകളോ അല്ലെങ്കിൽ എക്സ്റേയോ ടെസ്റ്റുകളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം റിസൾട്ടുകൾ ഈ CMOന്റെ അണ്ടറിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് മെഡിക്കൽ ലീഗൽ കേസസ് എന്തൊക്കെയാണ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കും. മെഡിക്കൽ ലീഗൽ കേസ് ഏതൊക്കെയാണ്, എന്താണ് ആക്സിഡന്റ്, ട്രോമ, അസോൾട്ട്, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ബ്രോട്ട് ഡെഡ് ഷുഡ് ബി സ്റ്റാമ്പഡ് ആസ് MLC. ഇങ്ങനെയുള്ള കേസുകളൊക്കെ മെഡിക്കോ ലീഗൽ കേസ് നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുക. പോലീസ് ഇന്റിമേഷൻ ബുക്ക്, പോലീസിന്റെ അറിയിപ്പിനായിട്ട് ഏതൊക്കെ കേസുകൾ കൊടുത്തിട്ടുണ്ടോ അതിന്റെ ഡീറ്റെയിൽസ്, ഇന്ന ഡേറ്റ്, ഇന്ന ഇൻസിഡന്റ്, ഇന്ന പേഷ്യന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ചൊരു, അപ്പൊ ഈ പോലീസ് ഇന്റിമേഷൻ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇന്ന ഡേറ്റിലാണ് ഇന്ന കേസ്
എന്ന് വെച്ചാൽ പിന്നീട് എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലിൽ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഇന്റിമേഷൻ ബുക്ക്. ക്ലിയർ ആയോ? ഇത് റെക്കോർഡ്സുകൾ ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫങ്ഷൻസ് ഓഫ് ദി ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങള് എന്തെല്ലാമാണ്? നോക്കാത് അതും കൂടെ നോക്കാലോ അല്ലേ? എന്തായാലും പറയാതെ ഒത്തവനുണ്ടാ? നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് ഡൗട്ട്സ് വല്ലതുകൊണ്ട് ക്ലിയർ ചെയ്യാട്ടാ. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ. ഈ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യന്റ് എങ്ങനെയുള്ളവരായിരിക്കും? ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ, ക്വിക്ക് എന്താണ് അവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടും കറക്റ്റിൽ അവരെ ജീവൻ വീണ്ടെടുക്കുന്നതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊണ്ടുവരുന്ന പേഷ്യന്റിന് കൊടുക്കുക. ടു ലയാസ് വിത്ത് ദ കോർട്സ് ആൻഡ് പോലീസ് ഇൻ മെഡിക്കൽ ലീഗൽ കേസ് whenever required. ആവശ്യമെങ്കിൽ എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസ് MLCക്ക് മെഡിക്കോ ലീഗൽ കേസിന് ഈ കോർട്സുമായിട്ടോ പോലീസുകാരുമായിട്ടുള്ള ലയാസ് ബന്ധം ഉണ്ടായിരിക്കുക. എന്താണ് ചില കേസുകളില് അല്ലെ ഈ കോർട്സിൽ പോയി തെളിവ് കൊടുക്കേണ്ടത്, അതല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിന്ന് ഇൻഫർമേഷൻ സ്വീകരിക്കേണ്ടൊക്കെ വരൂലേ ഈ പോലീസുകാർക്കും കോർട്സിലൊക്കെ. അങ്ങനെ ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻ ഉണ്ടായിരിക്കുക. To provide ambulance services for pre-hospital care and transportation of patient to and from the hospital. എന്താണ് ചിലപ്പോ ഒരു പേഷ്യന്റിന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് ആവശ്യമില്ലേ? അങ്ങനെയാണെങ്കിൽ അതാണ് പ്രീ ഹോസ്പിറ്റൽ കെയർ. അങ്ങനെ വേണമെങ്കിൽ അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് രോഗിനെ മാറ്റുന്നതിന് ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കുക. ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്കോ രോഗിനെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. To fulfill the role of information and communication center, especially during disasters. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവർക്ക് മുന്നറിയിപ്പുകളോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയിപ്പുകളോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും കൊടുക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. ഇപ്പൊ ഫ്ലഡ് വന്നപ്പോൾ അല്ലെ, ഫ്ലഡ് വന്നപ്പോ ഡോക്ടേഴ്സിന് അങ്ങോട്ട് പോയി ചികിത്സിക്കാനൊക്കെ പറ്റുമോ? വെള്ളമൊക്കെ കെട്ടി അപ്പൊ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ ഈ നമുക്ക് ഈ കൊറോണ വന്നപ്പോ നമുക്ക് ഒരു എന്താണ് ടിവിയിലേക്ക് കൂടിയായിട്ടും അതല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കൂടിയായിട്ടൊക്കെ നമുക്കൊരു അവയർനെസ് പോലെ ഡോക്ടേഴ്സ് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. മാസ്ക് വരുത്തുക, ഇത്ര മീറ്റർ നീങ്ങിങ്ങാണിട്ട് ആളുകളുമായി സമ്പർക്കത്തിൽ സംസാരിക്കുക, എപ്പോഴും കൈ കഴുകുക, അങ്ങനെയുള്ള കുറെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നില്ലേ? തന്നോ? എന്താണ് എല്ലാവരും കിടന്നുറങ്ങിയണ? അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. എന്താണ് ഈ കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരുടെ ലൈഫ് സേവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ്ങുകളും എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുക അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫിന്. ക്ലിയർ ആയോ അത്? To provide immediate and correct life-saving medical care. എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില്
കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടും അവരെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കറക്റ്റ് നല്ല രീതിയിലുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. To liaise with the courts and police in medico-legal cases whenever required. Medico-legal കേസുകളിൽ ആവശ്യമെങ്കിൽ എന്താണ് കോർട്ടുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ടോ ഒരു ബന്ധം സ്ഥാപിക്കില്ല. To provide ambulance services for pre-hospital care and transportation of patient to and from the hospital. എന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ മാറ്റുന്നതിനായിട്ട് ആംബുലൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. To fulfill എന്താണ് ഡിസാസ്റ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ വരുമ്പോൾ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുകൾക്ക് കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റുകളെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന പേഷ്യന്റിനെ കുറിച്ച് അവരുടെ കെയറിങ്ങിനെ കുറിച്ചുള്ള ഒരു ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നതിനുള്ള സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? To provide ambulance services for pre-hospital care and transportation of patient to and from the hospital. എന്താണ് ചില രോഗികൾക്ക് അല്ലെ ആക്സിഡന്റ് പറ്റിയ സംഭവ സ്ഥലത്ത് നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്ന് അസുഖങ്ങൾ വരുമ്പോൾ അവരെന്താണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആംബുലൻസ് സർവീസ് വേണല്ലേ. അങ്ങനെയുള്ള ആംബുലൻസ് സർവീസ് കൊടുക്കുക. അതല്ലെങ്കിൽ പേഷ്യന്റിന് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കോ ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടേഴ്സിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് വേണമെങ്കിൽ അത് കൊടുക്കുക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ എവിടെയെങ്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആംബുലൻസ് സർവീസ് ലഭ്യമാക്കാം. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതൊന്നും പഠിക്കാനില്ല, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞത്. റെഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത സ്പോട്ടിൽ അവർക്ക് ട്രീറ്റ്മെന്റ് അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കും. യെല്ലോ എന്ന് പറഞ്ഞാൽ റെഡിന്റെ അടിയിൽ വരുന്നതാണ്. പിന്നെ ഗ്രീൻ എന്ന് പറഞ്ഞാല് മൈനർ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത്. ഡെഡ് മറ്റേ ബ്ലാക്ക് എന്ന് പറഞ്ഞാല് ഡെഡ് കേസുകളൊക്കെ ആയിരിക്കും അതിൽ. നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിൽ സോർട്ട് എന്ന് പറഞ്ഞില്ലേ, തരം തിരിക്കുക എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എങ്ങനെയാണ് തരം തിരിക്കുക എന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ആ 3 പറഞ്ഞതാ. ശരിക്കും 4 ഉണ്ട്. റെഡ് ഉണ്ട്, പിന്നെ അതിന്റെ താഴെ യെല്ലോ, അതിന്റെ താഴെ ഗ്രീൻ, അതിന്റെ താഴെ ബ്ലാക്ക്. അങ്ങനെ അത്രയും ഇതായിട്ട് ചോദിക്കില്ല. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് ഏത് സെക്ഷനിലാണ് കിട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ ജോലി. അപ്പൊ എല്ലാ സെക്ഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെ. ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വരുന്ന വിഭാഗമാണ് ട്രയേജ്, എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ക്ലിയർ ആയോ അത്? യെസ് മാം. നോക്കി ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കി എല്ലാവരും. എടുത്തോളത്തോളം മുതല് പേഷ്യന്റ് ഫ്ലോ. സെക്കൻഡ് പോയിന്റ് ഏതാണ്? To liaise with the courts and police in medico-legal cases whenever required. എന്താണ് ഈ മെഡിക്കോ-ലീഗൽ കേസസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പോലീസിനെ അറിയിക്കണം അല്ലെ. ചിലപ്പോ എന്താണ് പിന്നീട് പോലീസിന് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അതല്ലെങ്കിൽ കോർട്ടിൽ ഹാജരാക്കുമ്പോൾ ഈ റേപ്പ് അങ്ങനെയുള്ള കേസുകളൊക്കെ ഇപ്പൊ പോലീസിൽ കേസുകളൊക്കെ കൊടുക്കുമ്പോ ഈ ഫിസിഷ്യന്റെ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെ മൊഴിയൊക്കെ എടുക്കേണ്ടി വരില്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുക, ഒരു റിലേഷനിൽ ഉണ്ടായിരിക്കുക. ക്ലിയർ ആയോ അത്?
അതെന്താണ് ട്രയേജ് കൊടുക്കും അല്ലെ? പേഷ്യന്റ് ഫ്ലോ, എമർജൻസി ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന പേഷ്യന്റ് ആദ്യം ട്രയേജ് കൊടുക്കും. ആദ്യം അവരെ കണ്ടീഷൻ ഇതാക്കുന്നതിന്റെ ആദ്യം ഒരു ചികിത്സ കൊടുക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അവരെ ഡീറ്റെയിൽസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. നെക്സ്റ്റ് റീഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, എന്താണ് റീഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മുടെ രോഗിയുടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യും? ഹോം കെയർ ഇൻസ്ട്രക്ഷൻ, എന്താണ് വീട്ടിൽ ചെന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നെ അവർക്ക് ഏതെങ്കിലും റെഫറൽ ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണെങ്കിൽ അതിനുള്ള റെഫറൽസ് കൊടുക്കും. നെക്സ്റ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. പിന്നെ ആരുണ്ടാവും? ഡോക്ടേഴ്സ് ഉണ്ടാവും. പിന്നെ ട്രയേജ് സെക്ഷനിൽ രജിസ്റ്റേർഡ് നഴ്സും EMT ഉണ്ടാവും. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. പിന്നെ സ്കിൽഡ് നഴ്സിംഗ് ടീം ഉണ്ടാവും. അതായത് കാഷ്വാലിറ്റി ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിനെ ചികിത്സിക്കുന്നതിനായി അവരെ കെയർ ചെയ്യുന്നതിനായിട്ടുള്ള ട്രെയിനുകളും അത് കിട്ടിയ നഴ്സിംഗ് ടീം ഉണ്ടാവും. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ്, ലാബില്, എക്സ്റേ ഡിപ്പാർട്ട്മെന്റ്, റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ്. പേഷ്യന്റിന്റെ കെയർ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ. പിന്നെ നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുകൾ, മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്, അങ്ങനെയുള്ള. പിന്നെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കുന്ന റെക്കോർഡുകൾ ഏതൊക്കെയാണ്? പേഷ്യന്റിന്റെ റെക്കോർഡ്, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, കാഷ്വാലിറ്റിയിൽ വന്നിരിക്കുന്ന അതല്ലെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്ന ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്, ഒബ്സർവേഷൻ രോഗിയുടെ നിരീക്ഷണങ്ങൾ അവരെ ഒബ്സർവേഷൻ നടത്തിയതിനെ കുറിച്ചും എന്തെങ്കിലും ഫോളോ അപ്പ് കേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുന്ന റെക്കോർഡ്, റെഫറൽ റെക്കോർഡ്. പിന്നെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ഓരോ പേഷ്യൻസിനെ കുറിച്ചും അവരെ എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ആ രോഗിക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മൈനർ OT റെക്കോർഡ്സ്, ഓപ്പറേഷൻസ്, ചെറിയ ചെറിയ സർജറികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ, എന്താണ്? ആക്സിഡന്റ്, റേപ്പ്, സൂയിസൈഡിങ് അറ്റംപ്റ്റ്, അങ്ങനെയുള്ള ഇൻസിഡന്റുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്ന ഫോമുകളും രജിസ്റ്റേഴ്സും. പിന്നെ കാഷ്വാലിറ്റി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ. പിന്നെ എന്താണ്? കാഷ്വാലിറ്റി സെക്ഷനിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന രജിസ്റ്റർ. ഇപ്പൊ നമ്മ ചിലതിലൊക്കെ കണ്ടിട്ടില്ലേ സിനിമകളിലൊക്കെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായാല് ആ സമയത്ത് ഇന്ന ഡോക്ടറാണ് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ടായി. ഇപ്പൊ ന്യൂസിൽ തന്നെ കാണിക്കുന്നതാണ് എന്തെങ്കിലും, അല്ലേ? കണ്ടിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? എന്താരൊന്നും പറയാത്ത? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ്. അപ്പൊ എന്താണ്? അവർക്ക് ആ രജിസ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന ടൈമില് ഇന്ന ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ വർക്ക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന്. ഓക്കെ, ഓൾ ഡോക്യുമെന്റ്സ്. പിന്നെ വേറെ ഡോക്യുമെന്റ്സ്, അഡ്മിഷൻ കാർഡ് ഉണ്ടാവും, കേസ് ഷീറ്റ് ഉണ്ടാവും, ഡ്രഗ് ചാർട്ട് ഉണ്ടാവും, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോംസ് ഉണ്ടാവും. പിന്നെ MLC ആരാണ് സൂക്ഷിക്കുന്നത്? CMO. MLC ഏതൊക്കെ കേസുകളാണ് MLC എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത്? ആക്സിഡന്റ്, ട്രോമ, റേപ്പ്, പോയിസണിങ്, അങ്ങനെയുള്ള കേസുകൾ. പിന്നെ പോലീസ് ഇന്റിമേഷൻ ബുക്ക്. നെക്സ്റ്റ്, ഫങ്ഷൻസ് ഓഫ് ദി ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ്. എന്താണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് ആയിട്ടും പെട്ടെന്ന് തന്നെയും പിന്നെ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുക. എന്താണ്? മെഡിക്കോ ലീഗൽ കേസുകളിൽ കോർട്ടുമായോ പോലീസുമായോ വരെ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് സൂക്ഷിക്കുക. ടു പ്രൊവൈഡ് എന്താണ്? പേഷ്യൻസിന് ആംബുലൻസ് സർവീസ്
പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഡിസാസ്റ്റേഴ്സിന്റെ സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ സമയത്തോ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് ആശയവിനിമയം നടത്തുന്നതിനോ അതല്ലെങ്കിൽ ആളുകൾക്ക് ഇൻഫോർമേഷൻ കൊടുക്കുന്നതിനുള്ള സെന്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. എന്താണ് മെഡിക്കൽ സ്റ്റാഫിന്, കാഷ്വാലിറ്റിയിലുള്ള മെഡിക്കൽ സ്റ്റാഫിന് അവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്നതിനുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുക. ക്ലിയർ ആയോ ഇത്രയും ഭാഗം? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you.